ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് എളുപ്പത്തിൽ ഗാർലിക് സോസും ടൊമാറ്റോ സോസും എങ്ങനെ വീട്ടിൽ തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മുട്ട പൊട്ടിച്ച് അതിലത്തെ മഞ്ഞക്കരു മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് വൈറ്റ് മാത്രം മതി, അപ്പോൾ ആ ഒരു മഞ്ഞക്കരു മാറ്റാം. ഇനി അതിലേക്ക് ഒരു വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്യണമെന്നില്ല, മുറിച്ചിട്ടാലും മതി. ഞാനത് പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നത്. ഈ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതും മുട്ടയുടെ വെള്ളയും കൂടി മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് ഒരു 20 സെക്കൻഡ് വരെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ നിർത്തി വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ അത് ഈ അടിച്ചെടുത്തപ്പോൾ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിനെ ഒന്നുകൂടി തിക്കാക്കി എടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. അതുപോലെ തന്നെ അടിക്കുമ്പോൾ അത് നിർത്തി അടിക്കുക. എന്നിട്ടും തിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓയിൽ ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല തിക്കായിട്ട് വന്നോളും. ഞാനിത് ഈ കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് തിക്കാക്കിയിട്ടില്ല, അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ചുകൂടി തിക്കാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ഓയിൽ ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് തിക്കായിക്കോളും. അപ്പോൾ ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഇതുപോലെ ലൂസാക്കി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിങ്ങനെ ലൂസാക്കി എടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്കത് തിക്കായിട്ട് എടുക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു മുട്ടയുടെ വെള്ളയും വെളുത്തുള്ളി ഒരെണ്ണം കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്പൈസി ആയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ടൊമാറ്റോ സോസും ഇടുന്നുണ്ട്. 1 ടീസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ച് കുറച്ചുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് അടിച്ചെടുക്കാം. നല്ലതുപോലെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് റെഡിയായി വരും. നോർമൽ സ്പീഡിലിട്ട് തന്നെ അടിച്ചാൽ മതി. പക്ഷേ നിർത്തി അടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ഇതിപ്പോൾ കറക്റ്റായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പും പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല. അതിൽ കറക്റ്റായിട്ട് ടേസ്റ്റ് വന്നോളും. ഇനി എങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഗാർലിക് സോസ് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ടൊമാറ്റോ സോസ് റെഡിയാക്കാനായിട്ട് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി ഇങ്ങനെ ഒന്ന് വരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ തക്കാളീൻ്റെ തൊലി പെട്ടെന്ന് തന്നെ ഉരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഒന്ന് വരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഏകദേശം 10 മിനിറ്റോളം തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കത് റെഡിയായി കിട്ടും. ആ തൊലിയൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തക്കാളി വെള്ളത്തിൽ നിന്ന് മാറ്റി ചൂടാറാൻ വയ്ക്കാം. ഞാനിവിടെ കുറച്ച് സോസേ തയ്യാറാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് 2 തക്കാളി എടുത്തിരിക്കുന്നത്. കൂടുതൽ സോസ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തക്കാളി കൂടുതലിടാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടുതൽ അതിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ തക്കാളി നല്ല പഴുപ്പുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കാം. പഴുപ്പുള്ള തക്കാളി ആകുമ്പോൾ അതിന് നല്ല കളറും ടേസ്റ്റും കൂടുതൽ കിട്ടും. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന തക്കാളി കുറച്ച് പഴുപ്പ് കുറവാണ്. അപ്പോൾ തക്കാളി നല്ല പഴുപ്പുള്ളത് നോക്കിയെടുക്കാം. നമ്മുടെ അടുത്ത് ഇതാ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. തക്കാളി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചൂടാറാൻ വെച്ചിരുന്നു. ഇനി അതിൻ്റെ തൊലി ഞാനത് ഇതുപോലെ ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരിഞ്ഞെടുക്കുമ്പോൾ നമുക്കത് എളുപ്പത്തിന് കിട്ടും. അപ്പോൾ 2 തക്കാളിയുടെയും തൊലി ഞാൻ ഉരിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇടുന്നുണ്ട്. മുഴുവനോടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 പീസ് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് അരിച്ചിട്ടും യൂസ് ചെയ്യാം. നന്നായി അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോസായിട്ട് കിട്ടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോസ് പോലെ തന്നെ അരിച്ചെടുത്താൽ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഇത് അരിച്ചിട്ടില്ല. ഞാൻ 2 ടൊമാറ്റോ അല്ലേ എടുത്തത്, അപ്പോൾ കുറച്ചല്ലേ ഉണ്ടാവും. അത് കാരണം കൊണ്ട് അത് അരിക്കാണ്ട് ഞാൻ എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിത് അരിക്കാത്തത് കൊണ്ട് അതിൽ ചെറുതായിട്ട് പീസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറ്റിച്ചെടുക്കാൻ. ഇവിടെ നമ്മൾ സ്പൈസി ആയിട്ടുള്ള സോസാണ് റെഡിയാക്കുന്നത്. എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി അതിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി. പഴുപ്പ് കുറഞ്ഞ തക്കാളി എടുത്തത് കൊണ്ട് ഇതിൻ്റെ കളറ് കുറവാണ്. നമ്മളെപ്പോഴും പഴുപ്പ് കൂടിയത് തന്നെ എടുക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ല കളറായിട്ട് കിട്ടും. ഇനി ഞാനതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നല്ല കളറായിട്ട് കിട്ടുമല്ലോ. നമുക്കിവിടെ മുളക് പൊടിക്ക് പകരം പാപ്രിക്ക പൗഡറും ഇട്ട് കൊടുക്കാം. പക്ഷേ നമുക്ക് മുളക് പൊടിയാണ് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറു തീയിലിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നന്നായി അത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി അത് വറ്റി വരുന്നുണ്ട്. നമ്മൾ അടിച്ചെടുത്ത പേസ്റ്റിൻ്റെ പകുതിയോളം വരുള്ളൂ. നമ്മൾ സോസ് റെഡിയാക്കുമ്പോൾ അത് നന്നായി വറ്റിച്ചെടുക്കണ കാരണം കൊണ്ട് അതിൻ്റെ പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തക്കാളി എടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അതിലേക്ക് ചേർക്കുന്നത്. അപ്പം അതിൽ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതല്ലെങ്കിൽ സോസിൽ കട്ട പിടിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുറുകി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തിടുക.